അപ്പോൾ പിന്നെന്താ വഴി? പിന്നത്തെ വഴി ഞാൻ പറഞ്ഞുതരാം അമ്മേ എന്ന് ഭീഷ്മൻ. എന്തെങ്കിലും സന്താനങ്ങൾ ഉണ്ടാവണല്ലോ, അദ്ദേഹം സന്താനത്തെ ഉണ്ടാക്കില്ല എന്നേ ഉള്ളൂ. അതിന് മറ്റോൻ്റെ ശാപമാണ്, ആരുടെ? വസിഷ്ഠൻ്റെ ശാപമുണ്ട്. എൻ്റെ പശുവിനെ ദ്യോവണ് ഭീഷ്മരെ, അതെ, അഷ്ടവസുക്കളിൽ അവൻ ഭാര്യയുടെ വാക്ക് കേട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയത് കൊണ്ട് അവന് ഭൂമിയിൽ സ്ത്രീ സുഖം അനുഭവിക്കാൻ പറ്റില്ല എന്ന് വസിഷ്ഠൻ ശപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രേരണയായിട്ട് ഭീഷ്മർ ഇതൊക്കെ പറയണേ. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ദൈവിക കാരണം. ചെയ്യില്ല ഞാൻ, അത് അമ്മ നോക്കണ്ടെന്ന് പറയും. പിന്നെ എന്താ, ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. പണ്ട് പരശുരാമൻ കാർത്തവീര്യാർജുനൻ എന്ന് വെച്ചിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് 1000 കൈയുണ്ട്. രാജാവ് കാർത്തവീര്യാർജുനൻ ക്ഷത്രിയനാ. അതെ, കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്ന രാജാവ് പരശുരാമൻ്റെ അച്ഛനെ ഇല്ലാണ്ടാക്കി, ജമദഗ്നിയെ. അപ്പോൾ പരശുരാമൻ എന്ത് ചെയ്തു വെച്ചാൽ 1000 കൈകൾ അരിഞ്ഞു. ആരുടെ? പരശുച്ച മഴ കൊണ്ട് 1000 കൈകൾ കാർത്തവീര്യാർജുനൻ്റെ അരിഞ്ഞിട്ട് ആ കോപം, അതുകൊണ്ടും തൻ്റെ കോപം തീരാതെ പരശുരാമൻ 21 വട്ടം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നു കളഞ്ഞു. അപ്പോൾ ഭൂമിയിൽ ക്ഷത്രിയന്മാർ, പുരുഷന്മാരില്ലാണ്ടായി. ക്ഷത്രിയ സ്ത്രീകളുണ്ട്, അവർക്ക് മക്കളും ഇല്ല. അപ്പോൾ ആ ക്ഷത്രിയ സ്ത്രീകൾ എന്ത് ചെയ്തു? ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി സന്താനങ്ങളെ ഉണ്ടാക്കി. അതവർ കാമം കൊണ്ട് ചെയ്തതല്ല എന്നാണ് ഭീഷ്മർ പറഞ്ഞത്. മക്കളുണ്ടായില്ലെങ്കിൽ രാജ്യം നിലനിൽക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആപത്തിൽ യോഗ്യന്മാരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ക്ഷത്രിയ സ്ത്രീകൾ പരശുരാമൻ ഇങ്ങനെ ചെയ്തപ്പോൾ സന്താനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്.